ഹായ് ഫ്രണ്ട്സ് ടൂരിട്ടപ്പ മാൺകുട്ടി ഹബോ സമാധാനായി ഇനി മേലെ എൻ്റെ കിടിരി ക്രിസ്ത്യന്മല കൈ വെക്കട മാൺകുട്ടിയുടെ പറയാൻ തുടങ്ങി. മോനെ, നിനക്ക് ഞാൻ ആ പ്ലേസിൽ വെച്ചിട്ടുണ്ട്, ദാ നോക്ക്, ഇവിടെ നിന്റെ ക്രിസ്റ്റൽ ഇന്നെ എടുത്തോ എന്നാ മാൺകുട്ടി. അതായിട്ട് മാൺകുട്ടീൻ്റെ മാജിക് സാധനങ്ങൾ വെച്ച് മാൺകുട്ടി റൂം ആര് വരാതെ മതി സീക്രട്ടായിട്ട് റൂം ഒന്ന് മാൺകുട്ടിക്ക് വെച്ചിരുന്നു. മാൺകുട്ടിക്ക് പോയിട്ട് വരാം, വേറെ ആർക്കും പോകാൻ പറ്റില്ല. നിങ്ങളായിട്ട് മാൺകുട്ടി പറഞ്ഞു. ശരി ഏയ് പറഞ്ഞേക്കെ. അങ്ങനെ മാൻകുട്ടി പറഞ്ഞു, ശരി ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാം, നിനക്ക് ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞു പോയിരുന്നു. മാൻകുട്ടിക്ക് ഫ്യൂച്ചറിൽ നോക്കാൻ പറ്റുന്നുണ്ട്. മാൻകുട്ടി എൻ്റെ അവിടെ വന്നിട്ടാണ് ഹെൽപ്പ് കേൾക്കുന്നത്. ഡാഡി ഇപ്പോൾ പോലീസുകാരല്ലേ, പോലീസ് നല്ല ജോലി കിട്ടിയായിരുന്നു. അങ്ങനെയായിട്ട് പോലീസായിട്ട് നല്ല സന്തോഷത്തിലാണ് ഉള്ളത്. അങ്ങനെയായിട്ട് ഇപ്പോൾ എൻ്റെ സമാധാനം കിടന്ന് ഉറങ്ങായിരുന്നു മാൻകുട്ടി. അങ്ങനെ മാൻകുട്ടിക്ക് ഫുഡും എല്ലാം വരുന്നത്. മാൻകുട്ടിക്ക് എല്ലാ ഫുഡ് കഴിക്കാൻ പറ്റും. അതുമാത്രമല്ല മാൻകുട്ടിക്ക് ഒരുപാട് പവറുണ്ട്. അതെ, മനുഷ്യനാവാൻ പറ്റും മാൻകുട്ടിക്ക്. അതെ, ഡാഡിക്കൊക്കെ ഇവർ ക്രിമിനൽസിനെല്ലാം കാണുമ്പോൾ പേടിയാണ് ഹീറോയിൻ്റെ പാപ്പക്ക്. അതാണ് ഹീറോയിൻ്റെ പാപ്പനെ ഗെട്ടപ്പിലിട്ടിട്ട് പോയിട്ട് ക്രിമിനൽസിനെ പിടിച്ച് ലാറ്റിൽ പല അടി വെക്കും. അതുകൊണ്ട് ഹീറോയിൻ്റെ ഡാഡിക്ക് നല്ല പ്രൊമോഷൻ ആയതുകൊണ്ട് പോകുന്നത്. അങ്ങനെ SI ആയാലും DSB കമ്മ്യൂണിസ്റ്റ് അതെല്ലാം ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് പോവായിരുന്നു. അങ്ങനെയായിട്ട് നല്ല പ്രൊമോഷനിൽ കിട്ടി. ഇപ്പോൾ ഹീറോയിൻ്റെ ഡാഡി ഭയങ്കര ജോലിയായിട്ടുണ്ട്. മാത്രമല്ല സീക്രട്ട് എല്ലാം ജോബ് ചെയ്യുന്നത്. അങ്ങനെ ഹീറോയിൻ്റെ പാപ്പ പറയായിരുന്നു ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ജോലി മാൺകുട്ടിയുണ്ട്. അങ്ങനെ ഹീറോയി പറയായിരുന്നു. ഹീറോയിൻ്റെ ഉമ്മ പറയായിരുന്നു, ഇവളെവിടെ? എടി ഉമ്മൈരാ എവിടെയടി ഉള്ളത്? ഉമ്മാൻ്റെ തൊല്ല എന്നാ പാടി വാ കിച്ചണിലെ കുറച്ച് ഹെൽപ്പ് ചെയ്യും. ഉമ്മൈരൊക്കെ ടെൻഷനായി. ഇനി മേലെ ഉമ്മൈര വിളിച്ചേ ഞാൻ വാക്കി വെക്കണമ്മ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഉമ്മൈര പറഞ്ഞേക്ക് മോളെ, വാങ്ങ് ഉമ്മ കുറച്ച് ഹെൽപ്പാക്ക് എന്ന് പറഞ്ഞായിരുന്നു. അത് കേട്ടിട്ട് ഉമ്മക്ക് ടെൻഷനായിരുന്നു. എന്തിനടി എപ്പോൾ പറയുമ്പോൾ ഭയങ്കര ഓവർ ചെയ്യുക, എന്തിനാ അവിടെ വിട്ട് റൂമിൽ പോയിട്ട് മിനിയാണെങ്കിൽ മിനിക്കുക, ഏതായാലും ബോയ്സ്. അതിന് ഉമ്മ വന്ന് റൂം നോക്കുമ്പോൾ 7 പേരെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഏത് കേട്ട ഹീറോയിൻ്റെ ഉമ്മയ്ക്ക് ടെൻഷനായി. ഇതല്ല ആരാ, ഇതെല്ലാം വെളുത്താ മതി, വൈറ്റായിട്ടുണ്ടല്ലോ, ആരാ ഇത്, ഗേളായാലും പോയാ അത് ജിമ്മിന് ഫോട്ടോ കാട്ടിക്കാട്ടായിരുന്നു. പറയണൊക്കെ തൊടണ്ട, അതല്ല എൻ്റെ ക്രഷാ മണ്ണത്തോളെ ക്രഷ്, ഇനി മേലെ ക്രഷ് ഇവരുടെ ഫോട്ടോ വെച്ച ബാക്കിയൊക്കെ പിടിച്ചിട്ട് വേറെ ആർക്കും കല്യാണം കഴിച്ച് കൊടുക്കും എന്ന് വഴക്ക് പറയുന്നു. ആരായിട്ട് മാൻകുട്ടിക്ക് സൗണ്ട് കേൾക്കാൻ തുടങ്ങി. വെളിയിൽ വന്നായിരുന്നു വായു പൊളന്ന്. എന്താ ഇവിടെ നടക്കുന്നത്? മാൻകുട്ടി വന്നായിരുന്നു. എന്താ അമ്മ പ്രശ്നം, എന്തിനാ വഴക്കുണ്ടാക്കുന്നത് എന്നെ മാൻകുട്ടി കേട്ടാ. വന്നടാ മോനെ, നോക്കടാ നോക്കടാ നീ എന്താ ഇവിടെ ചെയ്യുന്ന നോക്ക്, എന്താ പ്രശ്നം? മാൻകുട്ടി നടന്ന കാര്യം പറഞ്ഞ. നിനക്കെന്തടി ഇവിടെ ഇരുന്ന് എന്താ ചെയ്യുക, നിനക്ക് കുറച്ച് ഉമ്മേനെ സഹായം ചെയ്യാൻ പറ്റേ? എന്താ പറയണ്ട അമ്മക്ക്? ഇന്നലെ എന്ത് ചെയ്തു നിനക്കറിയോ? ഇന്നലെ എന്താ ഫുഡ് അറിയോ നിനക്ക്? എന്ത് ഫുഡ് വേസ്പായിട്ട് അറിയോ? എന്താ അമ്മ ഇന്നലെ ദോശ ഉണ്ടാക്കിയതാ, അപ്പം ഇന്നെന്ത് ഫുഡ് കേൾക്ക്? എന്താ അമ്മ ഇന്ന് ഫുഡ്? ദോശ. കറി എന്താ പറയുമ്പോ എന്താ മാൻകുട്ടിക്ക് വീട് ചെയ്യുന്നായിരുന്നു. ഇല്ലടാ, ഇന്ന് ഞാൻ ബട്ടട്ടൻ്റെ ഫ്രൈ കറിയാ. എന്താ ബട്ടട്ടൻ്റെ ഫ്രൈ കറിയാ? അയ്യോ വാ വേണ്ട എന്ന് 2 പേർ തെറിച്ചോടി. മാൻകുട്ടി ഓടിപ്പോയി, വാടി അമ്മ ഇവിടുന്ന് പോവാ. ഈ അമ്മ പുതിയ ഐറ്റം ഉണ്ടാക്കിയിട്ട് ഇന്നലെ ഉണ്ടാക്കിയ കറിയെന്ന് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത് നമുക്ക് വെച്ച് കഴിച്ചിട്ട് നമ്മളൊക്കെ ഫുഡ് വേറെ വിധത്തിൽ കയറിയാൻ പറഞ്ഞിട്ടുണ്ട്, ബാ ഇവിടുന്ന് പോവും. ബാപ്പ വന്നു. ബാപ്പക്ക് വേണ്ടി ഉമ്മ ബട്ടട്ടൻ്റെ ഫ്രൈ കറി ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടാ. അത് മാത്രമല്ല എന്താ ബട്ടട്ട? ഇല്ലല്ലോ ഉമ്മ, ഇവ ചുമ്മാ വെറുതെ പറയുന്നതാ എന്ന് മാൻകുട്ടി പറയായിരുന്നു. എന്ത് അല്ലേ ബാപ്പ കുറച്ച് ഹെൽപ്പ് ചെയ്യും, ബാപ്പാൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടല്ലേ, അവരോട് ബട്ടട്ട ഫ്രൈ കറിയാണ് ഉണ്ടാക്കിയിട്ട് പറയും, നിങ്ങൾ കഴിക്കണ്ട എന്ന് മാൻകുട്ടി പറഞ്ഞു പോയി. അങ്ങനെയാണോ? അല്ല ഫ്രണ്ട് പറഞ്ഞു, ഫ്രണ്ടിക്ക് ഒരു പണി കൊടുക്കാം, വാടാ വച്ച എന്ന് പറഞ്ഞ് അല്ല ബട്ടട്ട ഫ്രൈ കറി അവരുടെ 2 ഫ്രണ്ട്സ് വന്ന് 2 ഫ്രൈസ് കഴിച്ചു. ഒരു ഫ്രണ്ടിക്ക് വേത്തമ്പളാ. അയ്യോ ബാത്റൂം ഇട്ടമ്മ, ബാത്റൂം ഉണ്ട്. എന്ത് പറ്റിയേ? ഇല്ല ബാത്റൂം ഉണ്ട്. 2 പേര് ബാത്റൂം കരയാൻ തുടങ്ങിയായിരുന്നു. അവർക്ക് വേദന. അയ്യോ എന്താ ഇത്, നമുക്ക് വേറെ വേദന. മാൺകുട്ടീനെ നോക്കായിരുന്നു അവർ 2 പേര്. TV നോക്കിയിട്ട് 2 പേരും സോപ്പലിരുന്നിട്ട്
എന്ന് ചിരിക്കായിരുന്നു. മാണിക്കുട്ടി റിയാക്ഷൻ ഇരിക്കായിരുന്നു. രണ്ടുപേരും നോക്കി. അങ്കിൾക്കും ഷോക്കായിരുന്നു ഹീറോയിൻ്റെ. അതെ, മാൻകുട്ടീനെ മേങ്ങ പറഞ്ഞു. അത് അങ്കിളുണ്ടായിരുന്നു. അങ്കിള് ഫുഡ് അവിടെ ഇരുന്നിട്ട് രണ്ടുപേരും അതെ അങ്കിളും വന്നായിരുന്നു. അങ്കിൾക്ക് ഓൾറെഡി അറിയും, കഴിച്ചിട്ടില്ല, കഴിച്ച മതി ആക്ടിങ് ചെയ്ത്. കൂടെ അങ്കിൾ കൂടെ രണ്ടുപേരും വന്നായിരുന്നു. ആ അങ്കിൾ പറയായിരുന്നു നിങ്ങൾ കഴിച്ചു എന്നാ. രണ്ടുപേരും 3 പേര് ടോട്ടൽ വന്നായിരുന്നു. അങ്കിൾ അവരോട് കഴിക്കാൻ പറഞ്ഞാണ്. ഇതാ സാർ നിങ്ങൾ കഴിക്കാതെ എനിക്ക് തന്നത്, എനിക്ക് ഓൾറെഡി അറിയൂടാ എന്ന് പറയായിരുന്നു. അവർ രണ്ടുപേരും എനിക്ക് ഫുഡേ വേണ്ട, ജ്യൂസ് വേണോ എന്ന് കേട്ടത് ജ്യൂസാ എന്ന് പറഞ്ഞ് അവർ തിരിച്ചു ഓടിപ്പോയി. മാൻകുട്ടി ജ്യൂസിന് പ്രശ്നവും ഇല്ലല്ലോ. എന്നാ ജ്യൂസ് നോക്ക്. മാണിക്കുട്ടിക്ക് മനസ്സിലായി. ഇങ്ങോട്ട് നോക്കൂ. എന്താ എന്താ എന്ത് പറ്റില്ലക്കി? ഇല്ല, ജ്യൂസിൽ ഉമ്മ ഷുഗറിന് പകരം സോൾട്ട് ഇട്ട് വെച്ച്. സോൾട്ട് സോൾട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. സോൾട്ടാ? നീ മിണ്ടാതിരി, പാപ്പ കുടിക്കട്ട്. എന്തമ്മ ജ്യൂസ് ടമാറ്റാൻസ്. എന്താ ഇത്? ഷുഗർ സോൾട്ടാ? സോറിങ്ങ, ഇത് ഞാൻ ഷുഗർ പോയി. ഇത് ഷോക്കായിരുന്നു. ഇങ്ങനെ വോമിറ്റ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഹീറോയുടെ ഗ്രാൻഡ്മ വന്നായിരുന്നു. എന്താ ഇവിടെ നടക്കുന്നേ? ഇല്ലമ്മ, നിങ്ങളെ മർമോള്, പൊന്നാരം മർമോള്, നിങ്ങളല്ലേ എനിക്ക് കണ്ടുപിടിച്ച് തന്നത്. നല്ല മർമോള്, എന്തൊരു ടേസ്റ്റ് ജ്യൂസാ എന്ന് പറയായിരുന്നു. മാടിയുടെ ക്രിയേഷൻ ചെയ്ത് എന്താ ഒരു പോലെ ഉപ്പിട്ട് ജ്യൂസ് കൊടുക്കാൻ പോവാ എന്ന് പറയായിരുന്നു. ഇന്ന അമ്മ, നിങ്ങളെ പൊന്നാരം മർമോള് ജ്യൂസ് ആന പോയി. അതെ 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 ജഗ്ഗിൽ കുറച്ചാ ജ്യൂസ് ഉണ്ടാ. അതെ, അവിടെ വീത്തി വെച്ചിട്ട് ജഗ്ഗിലെടുത്ത് രണ്ടുപേർക്ക് ജ്യൂസ് എടുത്ത് താങ്ക്സ് മാ എന്നെ രണ്ടുപേർ കുടിച്ച് ജ്യൂസ് കിടിച്ചിട്ട് ഫസ്റ്റ് ഗ്രാൻഡ്മ കുടിച്ച് ഇതെന്ത് രണ്ടുപേർക്ക് തുപ്പിയായിരുന്നു. രണ്ടുപേര് വീട് തുപ്പിയായിരുന്നു. ഗ്രാൻഡ്മാൻ്റെ വീട്ടിൽ ഗ്രാൻഡ്മാൻ്റെ വീട്ടിൽ അങ്ങനെ രണ്ടുപേർ തുപ്പിയായിരുന്നു. എന്താ ഇത്? എല്ലാം അവർക്ക് ഷാക്കായിരുന്നു. ായിട്ട് സോറിമ്മ, അത് ഫുഡിൽ ഉപ്പ് പകരം എല്ലാം ഒരു മാതിരി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. രണ്ടുപേര് ഇവൾ കൊന്നു കളയുമല്ലോപ്പാ. അപ്പോൾ ഫുഡും ഉണ്ടമ്മ, ഈ ഫുഡ് കഴിച്ച് പോകുമ്മ. ഇവർക്ക് വീട് ചേഞ്ചായി. ഫുഡിലൊന്നും കളിക്കില്ലല്ലേ? ഇല്ലമ്മ, സോറിമ്മ.